സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും ദാ ഈ ഒരു ഫോട്ടോ, പാതിവ്രതയുടെ ഫോട്ടോ. പാതിവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പതിവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല പെൺകുട്ടി എന്നാണ്. പാതിവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെറിയൊരു മാറ്റമുണ്ട്, പകുതി തുണിയില്ലാത്ത പെൺകുട്ടി എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു 2-3 ദിവസം മുമ്പ് പങ്കുവച്ചൊരു ഫോട്ടോ. ഒരു അമ്മാവൻ ഇവളുടെ അടുത്തിരിക്കുന്നു, അദ്ദേഹം എന്തോ നോക്കുന്നു, ഇവൾ അതിൽ വീഡിയോ എടുത്തിട്ട് വളരെ മോശമായിട്ടുള്ളൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടിട്ട് കുറേ ആൾക്കാർ അദ്ദേഹത്തിന് തെറി വിളിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പാതിവ്രതയുടെ പേജിലൊന്ന് കയറി നോക്കി. ഇതാ കണ്ടോക്ക്, ഇതേപോലത്തെ ഫോട്ടോകളാണ് പാതിവ്രതയുടെ പേജിൽ കിടക്കുന്നത്. പാതിവ്രത എന്ന് പറയുമ്പോൾ അറിയാലോ, പകുതി തുണിയില്ലാത്ത പെൺകുട്ടി, അതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുണിയുരിഞ്ഞ് എന്തും കാണിക്കാം, മനസ്സിലായില്ലേ? എന്ത് തോന്നിയാസമൊക്കെ കാണിക്കാം, അത് മറ്റുള്ളവർ കണ്ടോട്ടെ, അതൊന്നും വിഷയമില്ല. പക്ഷെ അടുത്തിരുന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവളെ ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരിതും അദ്ദേഹം കാണിക്കുന്നതൊന്നും തോന്നുന്നില്ല. ഇവൾ വീഡിയോ എടുക്കുമ്പം അദ്ദേഹം ആ വീഡിയോയിലാണ് ശ്രദ്ധിക്കുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ ഇവൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് മാറിയിരിക്കാം, അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാം അദ്ദേഹത്തിനെതിരെ, മനസ്സിലായില്ലേ? അല്ലാണ്ട് സമൂഹ മാധ്യമത്തിലിട്ട് ഈ ഒരു പാവം മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെ ക്രൂശിക്കണമെങ്കിൽ നമ്മൾ പതിവ്രതയായിരിക്കണം, പാതിവ്രതയായിരുന്നിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാലം ഇങ്ങനെയാണ്. ഇവിടെ ചില അവളുമാരൊക്കെ എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും ആണുങ്ങളുടെ മേൽ കുതിര കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അവൾ പിന്നെ അതിജീവതയാവും, അതികോവതയാവും, അതികോമതിയാവും, മയിരാവും, മാങ്ങാത്തൊലിയാവും. ആണുങ്ങൾ വെറും മൂഞ്ചന്മാർ, ഊമ്പന്മാർ, മൈരന്മാർ. ഇത് തന്നെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്, അല്ലാതെ എന്താ പറയുക. എന്തായാലും പാതിവ്രതയോട് എനിക്കൊന്ന് പറയാനുണ്ട്, ഇടയ്ക്കെപ്പോഴെങ്കിലും തുണി എടുത്തിട്ടുള്ള ഫോട്ടോയെങ്കിലുമൊക്കെ ഇടാൻ ശ്രമിക്കുക. ഞാനൊരു കാര്യം പറയാം, ഇവൾ വൈറലാവാൻ നോക്കിയതാണ്, വയറ്റിലാവാൻ നോക്കിയതെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, വൈറലാവാൻ നോക്കിയതാണ്. അതിന് കരുവാക്കിയതാവട്ടെ ഒരു പാവപ്പെട്ട അമ്മാവൻ. എന്തായാലും നിനക്ക് വയറ്റിലായല്ലോ, നീ വൈറലായല്ലോ, പാതിവ്രത, സമാധാനമായില്ലേ അദ്ദേഹത്തിനെ നാറ്റിച്ചപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ. എന്തായാലും നിൻ്റെ അങ്ങ് മാറിക്കിട്ടി ഇല്ലേ, സന്തോഷം. നമ്മുടെ ആളുകളും അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും, ഓ ഞരമ്പ് രോഗി, മറ്റേ രോഗി, മറിച്ച രോഗി. പേജിലൊക്കെ ഒന്ന് കയറി നോക്ക്, അപ്പം മനസ്സിലാവും എന്താണ് സംഭവം. ശരിയെന്നാ, ബൈ.